നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മള് നാളെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ അടുക്കളേന്റെ ഈ ജോയിന്റ് ഭാഗല്ലേ അവിടെ ഇങ്ങനെ വിള്ളല് വന്നിട്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ വാട്ടർ പ്രൂഫ് അടിക്കണം. അപ്പൊ ഇതിന് ആദ്യം ഒന്ന് ഇവിടെ ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ കൊണ്ട് കൂടിയാൽ നമ്മൾ അടുക്കള ആകെ ഒരു നനവാണ്. ഇപ്പം തന്നെ അടുക്കളേൻ്റെ ഈ മൂലയൊക്കെ ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനവ് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഈ മൂലക്കല്ലോ അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് കഴുകിയിട്ട് വൃത്തിയാക്കണം. ഞാൻ അങ്ങോട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട്. ഇവിടെ അല്ലേ ഇവിടെ എങ്ങനെ കണ്ട ഇവിടെ എങ്ങനെയുണ്ട് വറകെട്ടിച്ചിട്ട് നമ്മള് വറകറ്റാണ്. വറകട്ടിന്റെ വലിപ്പം നോക്കിയാ അന്തപ്പെടും. അപ്പൂസേ എന്തെടുത്തേക്കെന്റെ ഇവിടെ ഞങ്ങളെ മഴ തുടങ്ങുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യണം വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ സാങ്കേതിക പ്രശ്നം കൊണ്ട് അവിടെ നീണ്ടു. ഇപ്പൊ അതൊക്കെ വീണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും കാത്തുന്നിട്ട് കാര്യമില്ലല്ലോ ഇതൊന്നും. അപ്പൂസേ ചാടിക്കല്ലോ ചാടിക്കല്ലോ അതാകുമ്പോ ചാടിക്കാം. അതല്ല ഇവിടെ അങ്ങോട്ടേ ഫുള്ള് വീണിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടാണ് നമ്മള് അടുക്കള മാറ്റിയെടുത്ത്. അപ്പോൾ ആ ഭാഗം ഫുള്ള് അന്ന് ചെരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം പറ്റില്ലെന്നു. ചെരിച്ചാൽ പിന്നെ അവിടെ നിന്ന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇത് നമ്മൾ ചെയ്തത് ഒരു ഫലം കിട്ടില്ല ചെരിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ നേരെ അന്ന് ചിലരൊക്കെ കമന്റ് ചെയ്തേന്നല്ലോ ചെരിച്ചെടുക്കാൻ പറഞ്ഞില്ലേന്നോ. അപ്പൊ അവിടെ ഇതിന്റെ രസം ഭംഗി പോകും. നമ്മള് ഷോവാളില്ലേ ഇതിന്റെ ഈ ഒരു ഇത് നമ്മളെടുത്ത മോഡലിക്ക് എത്തൂല. അപ്പൊ അതാണ് അതേ കറക്റ്റിൽ ലെവലിക്ക് എടുത്തത്. അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചില കമന്റ് ഇട്ടേന്നു കേട്ടോ. ഇത് അടുക്കള എടുക്കുമ്പോ നിങ്ങളെ കമന്റ് അറിയിക്കണേ, അഭിപ്രായം അറിയിക്കണേ നമ്മൾ തന്നെ ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെരിച്ചെടുക്കണേ, എന്നാ പിന്നെ വെള്ളം നിൽക്കൂല, പ്രശ്നം വരില്ല എന്നൊക്കെ. പക്ഷെ ഇവിടേക്ക് വന്നിട്ടല്ലേ കുറെ സാധനം മാറ്റാണ്ടല്ലോ. ഇതിന്റെ മുകളിലേക്ക് കയറി വരാൻ അത്ര വലിയ സുഖമൊന്നുമില്ല, കുറച്ച് പാടാ. അവിടെ എന്താണ് കുനിഞ്ഞു വരണ്ടേ, കുനിഞ്ഞാലും പുറക്ക നല്ലോണം തല കുനിഞ്ഞു വരണേ. നല്ല വ്യൂ കാണിച്ചു കേട്ടോ. ഭാവിന്റെ വീടേടെ എന്റെ വീടേടെ കാണിച്ചെടുത്താ എവിടെ കാണിച്ചെടുക്ക കാണോ? അവിടെ പോണം. കാണോ? ഇനി കാണോ? കാണണ്ട ഭാവിന്റെ വീട് കാണില്ലേ? ആ കല്ലിങ്ങോട്ട് വെച്ചോണ്ടോ. ഈ നേരമാകുമ്പോ അവിടെ വെച്ചാ മതി. ഈ കല്ലിക്ക് ഇരിക്കാനപ്പോ മുട്ടുംകാലും മടങ്ങണില്ലേ? അതാണല്ലോ. അല്ലെങ്കിൽ ആദ്യത്തെ പോലെയല്ല, വയസ്സായില്ലേ ഇപ്പൊ കാല് മടങ്ങായിട്ട് അപ്പൂരോട് കല്ല് വെച്ചാൽ പറഞ്ഞോ. ജിമ്മിന്റെ സാധനം കണ്ടതൊക്കെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജിമ്മിന് എപ്പോഴാണ് പോലെ തുടങ്ങിയത്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഓരോ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയും കേട്ട അപ്പൊ കാട്ട് ജിമ്മിന്റെ സാധനങ്ങളൊക്കെ കുറച്ച് മോളിൽ കേട്ടോ. അപ്പൊ മറ്റെടുത്താ ഭാവിയാ അടുത്താ അതാ ഇത് അവിടെ പാറ് പൂണല അടച്ചിട്ടോ. ഇതെന്താ ചേച്ചിയെ ഇതെന്താ കാട്ടി കൊടുത്ത ഈ സാധനം? ഭാവിനോട് പറയും തമിഴ്ന്ന് ഇറക്കണം. തമിഴ് നടന്നാൽ പിന്നെ പൊങ്ങാൻ കുറച്ച് പണിയാവും. അതിനനുസരിച്ച് നമ്മളെ വെയിറ്റ് ഇതൊക്കെ ഒന്ന് കുറയാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നായ ഞാൻ കുത്തി പറഞ്ഞു നോക്കും കേട്ടോ. എന്നിട്ട് നമ്മള് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചാണ്ട് ഇവിടെ ഒരു ഇത് വെക്കാനുള്ള സാധനം ഉണ്ടാവും. ഇങ്ങനെ ഉരുള വയറിന് നല്ലതാണ്. കുഞ്ഞു ഭാവിന്റെ അടുത്തുള്ള ഇതാട്ടോ. ഭാവിയെ ഇങ്ങനെ കാണിച്ചതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആട്ടാ. അപ്പൂസേ ഇതെന്താ കാട്ടി കൊടുത്താ? എന്നാ കാണിച്ചെടുക്കേ. എന്നിട്ട് എവിടെ ഇതിനോട് എഫക്ട് എവിടെ കിട്ടുക പറഞ്ഞോളൂ. നോക്കട്ടെ എവിടെ ചെറുപ്പ് ഇപ്പൊ പോയി സാധനം കേട്ടോ. നല്ല നല്ല നട്ടത് അപ്പൂസിനെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് ഇതിങ്ങനെ കാട്ടുമ്പോ എല്ലാവർക്കും മെച്ചുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ കാട്ടുമ്പോ ഇവിടുത്തെ ഞരമ്പൊക്കെ ഇങ്ങനെ പോരും. ഞാൻ താട്ടിയോണ്ട് ഞരമ്പ് അറിയണില്ല കേട്ടോ. എന്നാലും മസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൂസല്ലേ അങ്ങനെ കേട്ടോ. അപ്പൊ ഇതാണ്ടിക്കുമ്പോ ഇതിങ്ങനെ ചെയ്യും. ഒന്നുകൂടി കാട്ടിയേക്കാം.
ഇങ്ങനെ ഒറ്റ പെട്ടെ 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 ആ ഉരുള് ഞാൻ തന്നെ അങ്ങോട്ട് പോട്ടെ തടിയുടെ കുറയും പോട്ടെ. ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് കേറി പോന്നത്. പായിക്കുട്ടി രാവിലെ വന്നതാ. അവളെ അച്ഛൻ വന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് അപ്പൂസേ അമ്മ ഒരു വട്ടം കാട്ടില്ല അപ്പൊ ആകെ ഇങ്ങനെ കയറി അപ്പൊ എന്നോട് ചാടാൻ പറഞ്ഞല്ലോ. കൊറേട്ടാ ഒരു 5 വട്ടം കാണിച്ചിട്ടുണ്ടോ? ഞങ്ങളൊരു എന്നിട്ടല്ല ഒരു 5 വട്ടൊക്കെ അപ്പൊ സത്യമായിട്ടുണ്ട്. അത് കാട്ടിലിങ്ങനെ ഒരു കിതപ്പൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഞങ്ങള് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കണ കാണിച്ചുകൊണ്ട് ഞങ്ങള് ഉണ്ടാക്കണില്ല. ഉണ്ടാക്കി വെച്ചിട്ടാ പോകുന്നത്. എന്താന്നറിയ ഉണ്ടാക്കാൻ അറിയോ ചോദിച്ചാല് അത്ര നമ്മൾക്ക് ഇപ്പൊ അത്രയൊക്കെ അല്ലേ നിശ്ചയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. അപ്പൊ അത് എടുത്തുകൊണ്ടിട്ട് പോയിട്ട് പിന്നെ അത് തിന്നാതെ പോന്നിട്ട് ഭയങ്കര ഇതുണ്ട്. അപ്പൊ പക്ഷെ ആദ്യം നമുക്ക് അവിടെ പോയി തേച്ച് കഴിഞ്ഞിട്ട് തിന്നാൻ മതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ആദ്യം ഇത് കഴുകാൻ പോകുന്നത്. അപ്പൊ ഒരു സൈഡേ കഴിയിട്ടുള്ളൂ, മറ്റേ സൈഡിലേക്ക് എത്തിയില്ല കേട്ടോ. അപ്പൊ ബ്രേക്ക് ആണ്. നല്ല രസാട്ടോ. കാരണം മഴല്ല അതുകൂടെ മുകളിൽ കാണാനേ നല്ല കാറ്റില്ലേ ഇവിടെ അല്ലേ? നല്ല കാറ്റില്ലേ? ഇല്ല ചേച്ചി കാറ്റില്ലല്ലോ. കാറ്റ് വരിക എപ്പോഴറിയോ? 7 മണിയാകുമ്പോ. ആദ്യം ഞങ്ങൾ ഈ സമയത്തല്ല ജിമ്മെടുക്കാണ്ട് വരിക. ഇവിടേക്ക് നല്ല രസാട്ടോ. ഇത് വെച്ചിട്ട് ഇതെന്ന് വെച്ചിട്ട് വെച്ചൂടെ? സെർവ് ചെയ്ത് വരെ അപ്പൊ വരുന്ന രംഗാണ് ഓരോന്ന്. അപ്പൊ ഇതുവരെ നമ്മളെ പരിപാടി ഇനി കുക്കിങ് ഞങ്ങളില്ല. കുക്കിംഗ് മറ്റേ ചാനലിടാ. വെറുതെ അറിയില്ല, എന്നാലും എന്തെങ്കിലും കാണിച്ചു തരാം. അടപ്പ് വേണ്ട പുരുഷു. അടപ്പൊക്കെ താങ്ങിക്കൊണ്ടിരുന്നുണ്ട്. എന്റെ പൊന്നെ പോയോ? ഇതെന്താ അറിയോ? ബ്രെഡ് ഞാനൊന്ന് ചൂടാക്കി എടുക്കണം കരുതിയിരുന്നു കേട്ടോ. പക്ഷെ അപ്പക്ക് എന്തോ മറന്ന് പോന്നു. അങ്ങനെയല്ല അന്ന് ഇത് ചെന്നെടുത്തിട്ടൊക്കെ വേണ്ട. അങ്ങനെയല്ല കണ്ടോ നോക്കിയേ. ഇതൊന്ന് ചൂടാക്കി പൊട്ടല് വരില്ലേന്നു. പൊട്ടിച്ചു. മയോണൈസ് അപ്പു നല്ല ഇഷ്ടമാണ്. ആ കഷ്ണം വന്നല്ലോ ഇതില്. ആദ്യം ഈ മയോണൈസ് ഇതും ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ബർഗർ ഉണ്ടാക്കിയട്ടെ, വെജ് ബർഗർ. ക്യാരറ്റ്, വലിയ ഉള്ളി, നിക്ക് അതിൻ്റെ ശേഷം പിന്നെ കക്കരിയില്ലേ അതും എല്ലാം കൂടി. പക്ഷെ നമ്മളെ കാബേജൊക്കെ തെരഞ്ഞു പോയപ്പോൾ അതൊന്നും കിട്ടിയില്ല കേട്ടോ. വേഗം വേഗം ആക്കി. ഇത് ബ്രെഡ് എന്താ മഴ കൊണ്ട് ഓടേണ്ടി വരും. മഴ കൊണ്ട് വണ്ടേണ്ടി വരും. ആ മതിയില്ല, കുറേ വേണം ഈ സാധനം. പിടിക്കണം. അത് എന്താ ക്യാമറ എടുക്കുന്ന കാണാല്ലേ? വയറെന്നറിയാം. ഇതൊക്കെ മതി. എന്റെ കൈ ഒന്ന് കുറ്റുണ്ട്. ഇപ്പൊ കുറവാണ് വീട്ടിലേതാ. കുറച്ച് കഴിഞ്ഞാൽ ഭാവി വരും എനിക്ക് തോന്നുന്നില്ല. അടുത്തല്ലോ കുറയുന്നുണ്ട്. അപ്പൂസ എന്താ കാരണം വേണം എന്താ കാരണം ചോറിക്കും വെച്ചിനോ? കുറച്ചേരം അവിടെ മഴ പെയ്യില്ല കേട്ടോ. എല്ലാവരുടെ നാട്ടിലേക്ക് എങ്ങനെയാന്ന് അറിയില്ല. മൂടിക്കുണ്ട്. അപ്പുവേ അപ്പൊ നമ്മളെ അമ്മേന്റെ വർത്താനം പറഞ്ഞിട്ടില്ല. അപ്പൊ താഴത്തുണ്ട്. നമ്മൾ എന്ന് അസുഖം പറയണ്ടെന്ന് കരുതിട്ടേ ഒന്നും ഇങ്ങനെ വീഡിയോയിൽ പറയണം ഇതല്ല. എല്ലാവർക്കും ഒരു ബോറടിക്കും. പിന്നെ നമ്മളെ വീഡിയോ ഉണ്ട് എല്ലാവരും ടെൻഷൻ ആക്കണ്ടല്ലോ. വേദനയാണ്. അപ്പോൾ ചിലപ്പോൾ കൊണ്ടുപോയി വരും, അല്ലെങ്കിൽ അടുത്ത ദിവസം വൈകുന്നേരം. ടിക്കറ്റ് ഒന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് പോയിട്ടും കാര്യമില്ലേ. കാരണം അവിടെ കാഷ്വാലിറ്റി കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കണം, പിന്നെ ചെക്കപ്പിന്റെ റിസൾട്ട് കിട്ടണം. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്താലും ചെക്കപ്പിന് നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് പെട്ടെന്ന് ചെക്കപ്പ് ചെയ്ത് കിട്ടൂല, സമയം പിടിക്കും. എൻ്റെ വിശേഷമൊക്കെ കാണിച്ചു തരട്ടോ. താഴത്തെ അമ്മേനടുത്ത് പോയിട്ട് അമ്മേനെ കാണിച്ചു തരാം കേട്ടോ. അമ്മേനെ കണ്ടിട്ടില്ല എൻ്റെ ഇടങ്ങാറാണെന്നൊക്കെ പറഞ്ഞു. എന്ത് വന്നാലും അമ്മേനെ കാണിക്കണേ പറയലുണ്ട്. അപ്പോ ചായ കുടിച്ച റെസ്റ്റിലാണ്. ആ ചായ അല്ല, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് കൊടുത്തില്ല. അത് അമ്മയ്ക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാല് കുറെ ദിവസം ഇങ്ങോട്ട് കേറിയിട്ട് ഇപ്പൊ അങ്ങനെ കാണാൻ നല്ല കാറ്റും നല്ല രസാട്ടോ.
ഇങ്ങനെ കാണുമ്പോഴാണ് വീടുകൾ ഇത്ര അടുത്തടുത്താണോ എന്ന് അറിയണത്. നോക്കിയേ, ഇതൊക്കെ നോക്കിയൊരു ഒറ്റ ഏരിയയിൽ മുറ്റം കൂടി ഇല്ലാതെ തോന്നും, അത്രയും അടുത്തടുത്തായിട്ട് തോന്നും. നിരത്തിക്കുമ്പോ അത്രയും ദൂരം ഉണ്ടല്ലോ നമുക്ക് തോന്നുന്നു. നല്ല കാറ്റും വരുന്നുണ്ട്. തറവാട് കുട്ടിയമ്മയും കുട്ടിച്ചനും ഉണ്ട് അവിടെ. ബാൽക്കുട്ടിന്റെ വീട്ടിലുള്ള അച്ഛമ്മ വന്നിട്ടുണ്ട്, അച്ഛനും ഉണ്ട്, അമ്മ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു വീടുണ്ട് കേട്ടോ, നമ്മളെ ചേച്ചിന്റെ ഫ്രണ്ടിന്റെ എന്റെ ഫ്രണ്ടിന്റെ വീട്, നമ്മളെ അപ്പച്ചീന്റെ വീട് കേട്ടോ. അത് മുകളിൽ വലുത് കാണുന്നത്. പിന്നെ ആയിക്കൂടെയൊക്കെ വീടുണ്ട്, എല്ലായിടത്തും വീട്. എല്ലാരും വരും കേട്ടോ അങ്ങോട്ട്. അപ്പൊ ആ സാൻഡ്വിച്ച് ദഹിക്കണമെങ്കിൽ അപ്പൊ സാൻഡ്വിച്ച് ജയിക്കണമെങ്കിൽ ചെയ്യണം. അപ്പൂസ് കാണിക്കാട്ടോ, ഞാൻ കാണിച്ചിരുന്നേ. ഞാൻ ഈ ഒരു ഇതുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് ഇനി ഇവിടെ വേറെ രണ്ടെണ്ണം കാണിച്ചതല്ലേ, പരന്ന് കിടക്കട്ടെ. പിന്നെ നമ്മള് താഴത്ത് കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു ആ ഡമ്പില് എത്ര പഴക്കണ്ടപ്പോ കൊറേ അല്ലേ? കിണറ്റില് വെള്ളം ഉണ്ടാക്കുന്നത് അയ്യോ, നമ്മളെ സ്വന്തം കിണറ്. ഒരു പണിയിലോക്ക് അവിടെ വെള്ളം നിറയുന്നുണ്ടല്ലോ ഇതില്, ഓഫാക്കണ്ടേ? അല്ല എങ്ങനെയാണ് വെള്ളം നിറയും? വീണ്ടും പണി തുടങ്ങിട്ട് ഞങ്ങള് ഇതും കൂടി പൂർത്തിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് താഴത്തേക്ക് പോവാന്. ആരാ പാന്റ് ഒന്ന് കയറ്റി വെക്കാം. അപ്പോ ആ കറുത്തോണ്ട് ഉപ്പേരുണ്ടാക്കണ്ട നാളെ. കറുത്തോണ്ട് ഉപ്പേരുണ്ടാക്കണ്ട. അങ്ങോട്ട് മറയാൻ നിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കട്ടെ അപ്പൂസ. അന്ന് ടാങ്ക് നല്ല തന്നെ വാങ്ങിയോണ്ടല്ലേ, ആ കമ്പനി ആയതുകൊണ്ട്. അങ്ങോട്ട് മറയും. നമ്മളേ എന്താണ് വെറുതെ വാടാതെ പഠിക്കണ്ടേ. അപ്പൊ നമ്മളെ ഇതില്ലേ അപ്പൂസിന്റെ മീനിന്റെ ഇതില് മാറ്റിട്ട് നമ്മള് അത്യാവശ്യം വലുതായില്ലേ. നമുക്ക് അവിടെ പച്ചക്കറിയൊക്കെ കുഴിച്ചിടണം, അത് കാണിച്ചു തരാം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, അതാണ് മെയിൻ ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കണേ. എന്തൊക്കെയാ വർത്താനം വജ്ജല്ലേ എന്ന് വെയ്ക്കുന്നേരം അപ്പൊ ഒന്ന് വയ്യാന്ന് പറയണ പെരുമവേദനയാണ്. ഇരിക്കാനും മജ കിടക്കാനും മജ. പിന്നിപ്പോ എന്താ വൈകുന്നേരം കാര്യമില്ല. കുറച്ചൊക്കെ ഒരു മാറ്റം തോന്നി, പിന്നെ മാറ്റമില്ല. അത് എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ 2 മാസം വേദന ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഉണ്ടാവലുണ്ട്. ആ വേദനയാണ്, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ വേദനയൊക്കെ ശരീരാകും പകലും വേദനിച്ചപ്പോ ഒരു സുഖമല്ലല്ലോ, കിടക്കാനൊരു നട്ടല്ലാത്ത. അപ്പൊ കൊറേ അതുമലാണ് കിടക്കല്, കൊറേ അതുമല കിടക്കല്. അത് വെറും കട്ടിലാണ് കേട്ടോ, അതിമ കിടക്കല്ല, കട്ടിക്കുള്ള വിരിപ്പാണ് ഇത്. പിന്നെ കിടക്കട്ടതാ, രണ്ടുപേരും കിടക്കും. എല്ലാരും ഇവിടെ അല്ലേ? ഇവിടെ കിടക്കുമ്പോ തോന്നുന്നു അവിടെ കിടക്കണല്ലേ. തപ്പട്ടോ ചേച്ചി പോയില്ലപ്പോ. ആരല്ല എന്നാലും നീ ചിരിക്കാൻ വയ്ക്കുന്നുണ്ടല്ലോ. നിക്കണ്ട പറയില്ല എല്ലാരും. നമ്മള് വീടിന് തുടക്കത്തിലിപ്പോ എല്ലാരെയും ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിട്ടേ, നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഓരെ നമ്മള് ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മള് വീടിന്റെ തുടക്കത്തിൽ ഒന്നും കാണിക്കാൻ. അറിയില്ലല്ലോ, മാറിയിട്ട് തന്നെ അല്ല പിന്നെ എങ്ങനെ വീടിലൊന്നും വയ്ക്കും എന്ന് പറയും. അങ്ങനെ പറയ എന്നിപ്പോ വൈജറിയാനും പറ്റൂല. അതാണ് റെഡി ആയിക്കോളൂല്ലേ? എല്ലാരും പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പൊ എന്നാല് നമുക്ക് നാളെ കാണാം. ബൈ.